തൃശ്ശൂരിൽ നടത്തിയ വോട്ടുകൊള്ള വലിയ വോട്ട് തട്ടിപ്പാണ് നടത്തിയത്. ഓരോ ദിവസവും പുതിയ പുതിയ തട്ടിപ്പുകൾ അത് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഇത്രയും ദിവസം പ്രതികരിക്കാൻ സുരേഷ് ഗോപി ഇന്ന് പ്രതികരിച്ചത് വളരെ അതിശയകരമായ രീതിയിലാണ്. ഈ വാർത്ത ഈ ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ വാനരന്മാരാണെന്നാണ് പറഞ്ഞത് സുരേഷ് ഗോപി. എന്താണ് അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയാനില്ല. കുറേ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ മറുപടിക്കായിട്ട് അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അപ്പോൾ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്നൊരു സമീപനമാണ് ശ്രീ സുരേഷ് ഗോപി സ്വീകരിച്ചത്. ഇവിടെ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് തൃശ്ശൂർ നഗരത്തിൽ ഉൾപ്പെടെ വ്യാജ വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് ജനാധിപത്യ പ്രക്രിയയെ BJP അട്ടിമറിച്ചത് എന്നുള്ളതാണ് വസ്തുത. അത്തരമൊരു സംഭവത്തെക്കുറിച്ചുള്ള തൻ്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതിന് പകരം ഇത് വസ്തുനിഷ്ഠമായി ഉന്നയിച്ചവരെല്ലാം വാനരന്മാരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് ചേർന്ന കാര്യമല്ല. അദ്ദേഹം ഈ തൃശ്ശൂരിൻ്റെ പാർലമെൻറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹം ജയിച്ചത് വ്യാജ വോട്ടുകളിലൂടെയാണ് എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നു വന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയേണ്ട മറുപടി ഇതൊന്നുമല്ല. പക്ഷേ കൃത്യമായ മറുപടി നൽകാൻ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം പരാതിക്കാരെയും വിമർശകരെയും ആക്ഷേപിക്കാനാണ് തയ്യാറായത്. അത് ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ മേലുള്ള ഒരു കടന്നാക്രമണം കൂടിയായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഒന്ന്, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിക്കേണ്ട സാമാന്യമായ ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ തുടർച്ചയായി ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തൃശ്ശൂരിൻ്റെ ഈ വോട്ടർ പട്ടികയുടെ പ്രശ്നം, അതുപോലെ തന്നെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങൾ, ഇതിലൊന്നും കൃത്യമായിട്ട് പ്രതികരിക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു MP, എന്തിനാണ് ഇങ്ങനെ ഒരു ജനപ്രതിനിധി എന്ന ചോദ്യവും തൃശ്ശൂരിൽ ശക്തമായിട്ട് ഉയരുകയാണ്. ഇപ്പോൾ കന്യാസ്ത്രീ പ്രശ്നം ഉണ്ടായപ്പോൾ പ്രതികരിക്കാൻ അദ്ദേഹം ഉണ്ടായില്ല. ഒഡീഷയിൽ പുരോഹിതർ ആക്രമിക്കപ്പെട്ട പ്രശ്നത്തിൽ അദ്ദേഹം പ്രതികരിച്ചില്ല, സംഭവങ്ങൾ അറിഞ്ഞില്ല. പിന്നീട് ഇതെല്ലാം എന്താ പറയുക, ഈ സംഭവങ്ങളുടെ കുറേ ദിവസത്തിന് ശേഷം ഒരു സന്ദർശനം നടത്തി ഇതിൽ നിന്ന് തലയൂരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ വാനരന്മാർ എന്ന പ്രയോഗവും അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്.